ഇന്ന് നിങ്ങൾക്കായി ചില ഗാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇത് കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരംഭിക്കൂ. ഈ ദിവസത്തെ സന്തോഷത്തിനായി ആശംസകൾ നേരുന്നു. ഹണി, മ്യൂസിക്കിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കൂ. എനിക്ക് ന്യൂസ് പേപ്പർ മുഴുവൻ വായിക്കാനുള്ളതാ. നിനക്കെന്താ ചെവി കേക്കില്ലേ? മേഡം പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്താണ് ഈ കാണിച്ചു വെച്ചത്? കണ്ടില്ലേ, വീട് മുഴുവൻ നാശമായിരിക്കാണ്. മര്യാദക്ക് വീട് മുഴുവൻ വൃത്തിയാക്കിക്കോണം. ഓക്കേ മാഡം. ഓഹോ, സിറ്റിയിൽ മോഷ്ടാക്കൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഏരിയയിലാണെങ്കിൽ ഇപ്പൊ വാച്ച്മാൻ പോലും ലീവിലാണ്. ഇനി ഇപ്പൊ എന്താ ചെയ്യുക? മേഡം പേടിക്കേണ്ട ഒരാവശ്യമില്ല. വാച്ച്മാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഈ വീടിന് രാത്രി മുഴുവൻ കാവലായിരിക്കാം. ശരി, എന്നാ ഇന്നു മുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടേതാണ്. വളരെ ശ്രദ്ധയോടെ കൂടി വീട് നോക്കണം, മനസ്സിലായല്ലോ? നീ എന്തായി കാണിക്കുന്നത്? പുറത്തോട്ടാ നോക്കി നിൽക്കേണ്ടത്. അത് നടക്കില്ല. മാഡം പറഞ്ഞത് വീട് ശ്രദ്ധയോടെ നോക്കാനാ. അതുകൊണ്ടാ ഞാൻ വീട് ശ്രദ്ധയോടെ നോക്കുന്നത്. എന്തിനാ പാവത്തിന് അങ്ങനെ തല്ലുന്നത്? എന്തിനാണോ കഴുതയവൻ? ജോലിയിൽ വേണം ശ്രദ്ധ. ഞങ്ങൾ പുറത്ത് എന്ത് നടക്കുന്നു അറിഞ്ഞിട്ട് വരാം. സംശയട്ടോ? എനിക്കൊരു സംശയവുമില്ല. നീ അപ്പുറത്ത് പോയി കൂർക്കം വലിച്ച് ഉറങ്ങും. സത്യത്തിൽ നീ കഴുത തന്നെയാ. മണ്ടത്തരം പറയുന്നത് നിന്റെ രോഗമാണ്. കഴുതേ, കള്ളൻ. അളിയ അങ്ങോട്ട് നോക്ക്. എനിക്ക് തോന്നുന്നത് അവൻ കള്ളൻ തന്നെ എന്നാ. മോഷ്ടിക്കാൻ വേണ്ടി വന്നതായിരിക്കും. കഴുത നീയാടാ കഴുതേ. ഒരുപക്ഷെ അവൻ കള്ളനായിരുന്നെങ്കിൽ മോഷ്ടിക്കായിരുന്നല്ലോ. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? എന്റെ വായ ആദ്യം അടയ്ക്ക. എന്നിട്ട് ഞാൻ എന്ത് പറയുന്നോ അതുപോലെ അങ്ങ് കേട്ടാ മതി. ഇന്ന് നമുക്ക് ഈ കള്ളന്മാരെ പിടിക്കണം, മനസ്സിലായോ? അടിച്ചോ അളിയ, അടിച്ചോ. എടാ വേഗം അടിക്ക. എടാ കഴുത എന്നെയല്ല, ഇവരെ അടിക്ക, ഇവരെ. നല്ല രസമുണ്ട് ചേട്ടാ. അല്പം കൂടെ വേഗത്തിൽ കറക്കു ചേട്ടാ. കള്ളന്മാരെ പിടിച്ചേ, പിടിച്ചേ. നിങ്ങള് പോലീസുകാരെ തല്ലിയിരിക്കുകയാണ്. പോലീസുകാരെ തല്ലി. ഇതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? സെൻട്രൽ ജയിലിൽ എന്നും ഉണ്ടാക്കും സോഫ്റ്റ് ചപ്പാത്തി. നിങ്ങൾ ഇന്നിവിടെ പോലീസുകാരെ അടിച്ചു പരത്തി. അടികൈ അടികൈ അടികൈ. യേഷ്, തന്റെ വൃത്തികെട്ട കവിത ഒന്ന് നിർത്തുന്നുണ്ടോടോ? ഇവര് പോലീസുകാരെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. താൻ കവിത പാടി അവരെ അഭിനന്ദിക്കുകയാണോ? സർ, സത്യത്തിൽ ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത്. ആള് മാറിയാണ് നിങ്ങളെ ഇവർ തല്ലിയത്. യേഷ്, അറിയാതെ ചെയ്ത് തെറ്റായതുകൊണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഞാൻ ലോക്കപ്പിനകത്ത് അടച്ചിടാം. ചന്തയിൽ പോയാൽ നിങ്ങൾക്ക് നല്ല പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരാം. ചണ്ടയിട്ടാൽ നിങ്ങൾക്കും കിടക്കാം ലോക്കപ്പിൽ കുറച്ചു നാൾ. ആ കൈയടി. ഇന്ന് രാത്രി നിങ്ങൾ സൂക്ഷിക്കണം. പോലീസുകാരെ പോയി തല്ലിയേക്കരുത്, മനസ്സിലായല്ലോ? എന്റെ അമ്മച്ചി, ഓരോ മണിക്കൂറും ഓരോരുത്തർ ഉറങ്ങണം. ജോർദാർ പോയി ഉറങ്ങിക്കോട്ടെ. ജോർദാറിനെ അടിച്ചപ്പോ നിനക്ക് സമാധാനായോ? അതെ, എനിക്ക് സമാധാനമായി. സംശയമുണ്ടോ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനും പോയി ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിക്കോ. ഞാനും പിന്നെ ബണ്ണിയെ നോക്കിക്കോളാം. ബണ്ണി പുറത്തു നോക്കൂ. ആ വരുന്നത് ആരാണ്? ഇത് പോലീസുകാർ തന്നെയാണ്. ഇന്നലെയും നമ്മൾ അവരെ കണ്ടതല്ലേ. അവരവരുടെ ഡ്യൂട്ടി ചെയ്യായിരിക്കും. വെരി ഗുഡ്. ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇനി മോഷണം പോവില്ലല്ലോ. ഞങ്ങളുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക.
എന്റെ ലാപ്ടോപ്പ്, എന്റെ പേഴ്സ്, ഹണി. മേഡം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ പഴം കഴിച്ചു കഴിഞ്ഞാ തോല് ഡസ്റ്റ്ബിന്നിൽ തന്നെ ഇടണമെന്ന്. മേഡം ഇപ്പൊ തോല് ഡസ്റ്റ്ബിന്നിൽ ഇടാത്തോണ്ട് ഞങ്ങളെല്ലാവരും ചളിക്ക് താഴെ വീണു. നോക്കിയേ. നോക്കേണ്ടത് ഞാനല്ല, കണ്ണു തുറന്ന് നോക്ക്. നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ടും നമ്മുടെ വീട്ടില് മോഷണം നടന്നിരിക്കുകയാണ്. മോഷണം? അത് നമ്മുടെ വീട്ടിലോ? ഇങ്ങോട്ട് നോക്ക്, എല്ലാ സാധനങ്ങളും ചിതറിക്കിടക്കുകയാണ്. എന്റെ ലാപ്ടോപ്പ് മോഷ്ടാക്കൾ കൊണ്ടുപോയി. മോഷണമൊന്നും പോയിട്ടില്ല, എല്ലാം പോലീസുകാരുടെ കയ്യിൽ തന്നെയുണ്ട്. പോലീസുകാരുടെ കയ്യിലോ? ആ, രാത്രി വന്നിരുന്നു, നമ്മുടെ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയിരുന്നു. കഴുതേ, അത് പോലീസുകാരല്ല, കള്ളന്മാരാ. സംശയമുണ്ടോ? ഇല്ല, അവന്മാര് കള്ളന്മാര് തന്നെയാണ്. ഇവൻ കഴുതിയുമാണ്, സംശയമില്ല. ഉടൻ തന്നെ പോലീസിലേക്ക് ഫോൺ ചെയ്യ്. മാഡം, ഞങ്ങള് കാരണം ഇതൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ അവന്മാരെ കണ്ടുപിടിക്കും. വേണ്ട, എനിക്ക് നിങ്ങളിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ല. പ്ലീസ് മാഡം, നിങ്ങൾ ഒരു പ്രാവശ്യം ബന്നിയുടെ വാക്കുകൾ കേൾക്കണം പ്ലീസ്. ശരി എന്നാ, പക്ഷെ എനിക്ക് നാളെ തന്നെ എന്റെ സാധനങ്ങൾ മുഴുവൻ തിരിച്ചു കിട്ടിയിരിക്കണം. നീ പറഞ്ഞത് കേട്ട് ഞാൻ മാഡത്തിനോട് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. നാളെ തന്നെ എല്ലാം കൊണ്ടുവരണം. എന്താ സംശയമുണ്ടോ? കലക്കി, എന്തായാലും അടിപൊളി പ്ലാൻ തന്നെ. എന്തൊരു ചൂടാ ഇവിടെ. എന്തായാലും ഫാൻ ഇട്ടേക്കാം. കാറ്റടിച്ച് പട്ടം പറന്നാൽ സന്തോഷം, എന്നാൽ കാറ്റടിച്ച് കയ്യിലെ പേപ്പർ പറന്നാൽ ദേഷ്യം. അടികൈ. ഗന്ന സാർ, സാർ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞോ? ന്യൂസ് പേപ്പർ എന്റെ ആണെങ്കിലും എന്റെ ന്യൂസ് വരില്ല. വായിക്കൂ, താങ്കളുടെ ന്യൂസ് വന്നിട്ടുണ്ട്. ഇതെന്തായാലും അടിപൊളി ന്യൂസ് തന്നെയാണ്. ബെല്ല 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 ബെല്ലേ. ഊഹു, അമ്പലത്തിൽ നമ്മൾ പോയാൽ കാണാം എലിഫന്റ്. എന്റെ വീട്ടിൽ ഇപ്പോഴുണ്ട് നല്ലൊരു ഡയമണ്ട്. കൈയടി കൈയടി. സാർ, സാറിന്റെ വീട്ടില് ഡയമണ്ട് ഉണ്ടെന്നോ? പക്ഷെ സാർ എന്നോട് ഇതുവരെ അത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഓ, ഞാൻ തന്നെ അത് ഇപ്പോഴാ അറിയുന്നേ. സത്യം, എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ഡയമണ്ട് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഈ കാര്യം ന്യൂസ് പേപ്പറിൽ വന്നു എന്നാ ഞാൻ ചിന്തിക്കുന്നേ. കന്ന സാറേ, ഈ ന്യൂസ് ഞങ്ങൾ തന്നെ പേപ്പറിൽ കൊടുത്തത്. കന്നാ സാറിനോട് പറയണം, ഇന്നലെ നമ്മുടെ വീട്ടിൽ മോഷണം പോയ കാര്യം ആ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ജാലം ചെയ്തതെന്ന്. ജാലം എവിടെ? എന്നാ ഞാൻ ഇതുവരെ ജാലം കണ്ടിട്ടില്ല. കള്ളന്മാർ വരും ഇവിടെ ഡയമണ്ട് എടുക്കാൻ. കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോകുമോ എന്റെ സമ്പത്ത് മുഴുവൻ. കൈയടി. സെൻട്രൽ ജയിലിൽ കിട്ടും 10 രൂപയ്ക്ക് ചപ്പാത്തി, കള്ളന് കിട്ടും മറക്കാത്ത രാത്രി. സാറ് ഞങ്ങളെ വിശ്വസിക്കണം. ആ കള്ളൻ ന്യൂസ് കണ്ട് തീർച്ചയായിട്ടും വരും. അപ്പം നമ്മൾ പിടിക്കും. എല്ലാം ശരി തന്നെ, പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്പൂൺ പോലും മോഷണം പോകാൻ പാടില്ല. അപ്പൊ ബാക്കി സാധനങ്ങളൊക്കെ പോയ സാറിന് സന്തോഷാണോ? അങ്ങ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങളുണ്ട്. മോഷണം നടക്കാതെ നോക്കിക്കൊള്ളാം. ആ, കള്ളന്മാരെ മാത്രം പിടിക്കും. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഓയ്. അങ്ങോട്ട് നോക്കടാ, ആ ഡയമണ്ട് ഇവിടെ തന്നെ വച്ചിരിക്കുക. ഇത് വിറ്റ് കഴിയുമ്പോ നമ്മൾ വലിയ കോടീശ്വരന്മാരാകും. ആദ്യം നമ്മൾ തമ്മിലുള്ള ഷെയർ പറയാ. എടാ, ആദ്യം നമ്മൾ ഇതിനെ വിറ്റ് കാശാക്കാം, പിന്നെ ഷെയറിനെ കുറിച്ച് സംസാരിക്കാം. ആരോ ഹായ്. നിക്കടാ അവിടെ. പറയ്, ആദ്യം ആരാണ് കൈവയ്ക്കാൻ പോകുന്നത്? ഞാൻ. എന്റെ കയ്യിൽ ഐസ്ക്രീം ഒട്ടിപ്പിടിച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ കൈവയ്ക്കും. ഓക്കേ, അങ്ങനെയാണെങ്കിൽ തുടങ്ങിക്കോ. കഴിഞ്ഞു ചേട്ടാ, കഴിഞ്ഞു. കൈ വെക്കാന്ന് വെച്ചാൽ അങ്ങനെയല്ല, അതാ ഇങ്ങനെയാ. ഓയ്. ഓ.
അവരെ വിടരുത്. കടിക്കാൻ വരുന്ന പട്ടിയെ കമ്പ് കൊണ്ട് ഓടിക്കും, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ലു മേടിക്കും. കൈയടി. സത്യം പറ, ഞങ്ങളുടെ മാഡത്തിന്റെ പേഴ്സും പിന്നെ ലാപ്ടോപ്പും എവിടെയാ? പറഞ്ഞേക്ക്, അല്ലെങ്കിൽ സാറടിച്ച് നിന്റെ പാദം വരും. ഇവൻ അതേ കള്ളൻ തന്നെയാണ്. സാറിന് പരിചയമുള്ളവരാണോ? ആ, ഇവൻ എന്റെ അമ്മായിയുടെ മകനാ. അങ്ങനെയാണെങ്കിൽ ഇവൻ മോഷ്ടിക്കാൻ വേണ്ടി സാറ് സഹായിക്കാ വേണ്ടത്. എന്തായാലും ബന്ധുവല്ലേ? ഈഷ്, ഇവനെയൊക്കെ ബന്ധു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ എന്റെ പണിയായിരിക്കും ആദ്യം പോകുന്നത്. താങ്ക് യു ഹണി, താങ്ക് യു. നാളെ വൈകിട്ട് തന്നെ നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും. കോൺസ്റ്റബിൾ, ഇവരെ പിടിച്ചോണ്ട് പോ. അങ്ങോട്ട് നടക്കടാ. പാതിരാത്രിയിൽ നിറഞ്ഞു നിൽക്കും മാർഗഴി നിലാവ്, അപ്പോഴാ ഇവർക്ക് കളവ്. കൈയടി.